ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ തലമുറ ആമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും. എന്റെ യേശു കഷ്ടത്തെ ജയിച്ചവനത്രേ, കഷ്ടത്തെ ജയിച്ചവനത്രേ, ഇന്നവൻ ജയാളിയത്രേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു. ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡിലും നിശ്ചയമായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് മറക്കാനൊക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് ഈ TV പ്രോഗ്രാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദാംശം വായിക്കാം. ഈ സമയം ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് തന്റെ വിടുതലുകൾ നമ്മുടെ മധ്യത്തിൽ അയക്കും. റോമാലേഖനം 3-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. റോമൻ ചാപ്റ്റർ 3 വേഴ്സ് 23, 24, 25. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ, അവന്റെ കൃപയാൽ ഒരു ഹല്ലേലൂയ പറയണം. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ എന്തുവായി? ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അവന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്ര നീതീകരിക്കപ്പെട്ടത്. സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ആ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം. അടുത്ത കൈ കൊടുത്ത് പറ, ഞാൻ സൗജന്യമായി നീതീകരിക്കപ്പെട്ടെന്ന് പറ. ഓ ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്തു നഷ്ടപ്പെട്ടപ്പോൾ സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടു. അടുത്ത വാക്യമാണ് എന്റെ ചിന്താ വിഷയം. വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഓ ഹല്ലേലൂയ. തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം പുത്രനെ പരസ്യമായി നിർത്തി. ഒരു ഹല്ലേലൂയ പറയണം. അവന്റെ രക്തത്താൽ ഒരു വിടുതൽ ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ഉണ്ട്. ഉറപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എന്നോട് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, എന്റെ രക്തത്തിന്റെ ശക്തി ജനത്തിനിടയിൽ ചലിക്കാൻ പോകുകയാ. ഒന്നുകൂടെ കേറി പറയാം. രക്തദാഹിയായ പിശാച് കോട്ടയം പട്ടണത്തിൽ കൂടെ അലറി അട്ടഹസിച്ച് നടക്കുമ്പോഴും ദൈവം പറയാ, അവന്റെ രക്തത്തെ ജയിക്കുന്ന ഒരു രക്തം കാൽവരിയിൽ ഒഴുകി ഇറങ്ങിയിരിക്കുകയാ. പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ രക്തം രക്തം എന്ന് വാഗൊണ്ട് പറയുന്നത് നല്ലതാ. സാത്താന്റെ കോട്ടകൾ ഭയപ്പെടുന്ന ഒരൊറ്റ വാക്കുണ്ട്, രക്തത്തിന്റെ വാക്കാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ മെസ്സേജ് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നു, രക്തം ഊറ്റി കുടിക്കുന്ന പിശാചുക്കൾ ചില കുടുംബത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൈശാചിക ദുർശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് വാഗൊണ്ട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, അവന്റെ രക്തത്താൽ ജയമെന്ന്, അവന്റെ രക്തത്താൽ ജയമെന്ന്, അവന്റെ രക്തത്താൽ ജയമെടുക്കുന്ന. ക്യാൻസർ പേടിക്കുന്ന ഒറ്റ വാക്കുണ്ട്, രക്തമാ.
ഒരു ഹല്ലേലൂയ പറയണം. കിഡ്നി ഫെയിൽ ആയവർ വാ തുറന്ന് പറയണം, അവന്റെ രക്തത്താൽ ജയം. ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ ഒറ്റ പ്രസംഗം തീരുമ്പോൾ എണ്ണിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് 270 പ്രാവശ്യം രക്തം ജയമെന്ന് പറഞ്ഞെന്ന്. ഹല്ലേലൂയ. ഇന്നും ഞാൻ തുറന്നും പറയാൻ പോവാ, അവന്റെ രക്തത്താൽ ഇന്ന് ജയമുണ്ട്. അവന്റെ രക്തത്താൽ ജയമുണ്ട്. അവന്റെ രക്തത്താൽ ജയമുണ്ട്. ഇന്ന് നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രക്തത്തിന്റെ ശക്തി നിന്റെ വീട്ടിൽ വ്യാപരിക്കും. ആ രക്തത്തിന്റെ ശക്തി നിന്റെ ബിസിനസ്സിൽ വ്യാപരിക്കും. ആ രക്തത്തിന്റെ ശക്തി നിന്റെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കും. തടുത്തു വെച്ചതെല്ലാം രക്തത്തിന്റെ ശക്തിയാൽ. തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ചിലർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ അവരുടെ ശരീരത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വരികയാ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വരികയാ. ഞാനൊരു കാര്യം, പൈശാചിക മണ്ഡലത്തോട് എതിർക്കാൻ ഏറ്റവും വലിയ ആയുധമായ യേശുവിന്റെ രക്തം. നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറുമ്പം നിനക്കറിയാമല്ലോ, ഭാര്യ അടയുമ്പം, ഭർത്താവ് അടയുമ്പം, മോൻ അടയുമ്പം, മരുമോൾ അടയുമ്പം അന്തരീക്ഷം മാറുമല്ലോ. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ആമി ഇടയുമ്പോ നിനക്കറിയാമല്ലോ എവിടെ പ്രശ്നമുണ്ട്. ആരോടും പറയാതെ ചുമ്മാ പരിക്കാത്തോടെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം ഒന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. ദൈവത്തിന് സ്തോത്രം. ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഭർത്താവിന്റെ ഇടയ്ക്ക് രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം. ഞാൻ ചൂണ്ടരുത്, അദ്ദേഹം നല്ല അടി തരും. അങ്ങനൊന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. വായ അടക്കി നിന്റെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു രക്തം ചെയ്യാം, രക്തം ചെയ്യാം 10 പ്രാവശ്യം നടന്നേ. എന്നിട്ട് നീ പുറത്തിറങ്ങും നോക്കണം, നിന്റെ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറുന്നേ കാണാം. പുലി പോലിരുന്ന ഭർത്താവ് ഒരു സ്മൈൽ, ഒരു ചെറിയ ചിരി. അതിനർത്ഥം അന്തരീക്ഷം മാറിയെന്ന, കുഞ്ഞപ്പൻ പോയെന്ന. ഒരു ഹല്ലേലൂയ പറ. എന്നോട് കർത്താവ് പറഞ്ഞ അവന്റെ രക്തം മുഖാന്തരം ഇന്ന് ചിലർക്ക് ജയമുണ്ടാകാൻ പോകുകയാ. വിശ്വാസത്തോടെ രാമീ പറഞ്ഞാട്ട്, നീ വളരെ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടും നിന്റെ കുടുംബത്തിൽ ഒഴിയാ ബാധ പോലെ കുടുങ്ങിയിരിക്കുന്ന ദുർവ്യാപാരങ്ങൾ ഇന്ന് പടിയിറങ്ങി പോകും. അവന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചാൽ, അവന്റെ രക്തം ഇതിനകത്ത് വ്യാപരിച്ചാൽ, അവന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചാൽ, അവന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടാൽ ഒഴിയാത്ത പലതും ഇന്ന് ഒഴിഞ്ഞു പോകും. ഞാനൊരു സത്യം പറയാം. എന്നോട് കർത്താവ് പറഞ്ഞു, വചനം പറയുമ്പോൾ ചിലതൊക്കെ സൃഷ്ടിക്കപ്പെടും, സൃഷ്ടിക്കപ്പെടും. അവയവം പോയവരോട് പറയാം, മാറ്റിവെക്കാൻ കാശ് മുടക്കണ്ട, ഇന്ന് ഫ്രീ ആയിട്ട് കർത്താവ് സൃഷ്ടിക്കും. വിശ്വാസമുണ്ട് രാമീ പറ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ക്രിയേറ്റീവ് മിറക്കിൾസ് ഇന്നത്തെ മിനിസ്ട്രിയിൽ നടക്കും. അത് നെഞ്ചത്ത് കൈവച്ചോ, അത് എന്നോടാന്ന് പറ. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. ആ 25-ാമത്തെ വാക്യം, അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തി. എന്തിനാ? രക്തം മുഖാന്തരം പ്രായശ്ചിത്തമാകാൻ. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാലല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ആ രക്തത്തെ അപ്പോസ്തലൻ കേറി എഴുതുക, വിലയേറിയ രക്തം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ചെയ്ത മുഴു പാപത്തിന്റെ വില എന്റെ യേശു കാൽവറിയിൽ കൊടുത്തു. വിശ്വാസത്തോടെ രാമീ പറയാണ്, ഇന്നലെ ചെയ്തതും അമ്മ ഇന്ന് ചെയ്തതിന്റെ മുഴുവൻ വില കർത്താവ് കാൽവറി കൊടുത്തു കഴിഞ്ഞു. പരിശുദ്ധാത്മ പറയുന്ന നമ്മുടെ രക്തത്താൽ ഒരു ജയം സംഭവിക്കാൻ പോകുകയാ. ഉറപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് തൊട്ട് ഒരാഴ്ച നിങ്ങൾ ടെസ്റ്റ് ചോദിക്കും, നിന്റെ വായ രക്തം രക്തമെന്ന് നീ പറയാൻ തുടങ്ങിയാൽ ആ രക്തത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കും. എന്നോട് കർത്താവ് പറഞ്ഞ ചില പാരമ്പര്യ ഭൂതങ്ങൾ ചില വീടുകൾക്കകത്തു നിന്ന് മകൾ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ, നിന്റെ അപ്പന്റെ കാലം മുതൽ നിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്ന ദുർഭൂതങ്ങളുടെ പരമ്പരകൾ അവന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് മകൾ ഒഴിഞ്ഞു പോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. ഈ രക്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുക. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഭയങ്കര തീ വ്യാപരിക്കും. എന്നോട് ദൈവം പറഞ്ഞു, ഇന്ന് പകൽ ചിലരുടെ രക്തത്തിൽ യേശുവിന്റെ രക്തം കലരാൻ പോവാ എന്ന് പറഞ്ഞാൽ, നിന്റെ രക്തത്തെ കാണുന്നതെന്ന അണുക്കൾ യേശുവിന്റെ രക്തം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ചത്തൊടുങ്ങാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് നിന്റെ വീടിനകത്ത് അതിശക്തം. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട, ഇന്ന് അവന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട, അവന്റെ രക്തത്തിന്റെ ശക്തി നിലവിൽ വ്യാപരിക്കും. അവന്റെ രക്തം ഇവിടെ വെളിപ്പെട്ട് വരാൻ പോകുക. അവന്റെ രക്തം ഇവിടെ ചലിച്ചു തുടങ്ങും. ഒന്ന്, ഈ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം അത്രേ. വായിക്കാം എബ്രായ ലേഖനം 9-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. Hebrew chapter 9 verse 12 to 40.
ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിന്റെ കുറവ് ചൂണ്ടിക്കാട്ടാൻ പിശാച് അവകാശം പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ നിന്റെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ആ രക്തം ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കുറ്റബോധം നിന്നെ പാപിയെന്ന് മുദ്ര അടിക്കുമ്പോൾ യേശു പറഞ്ഞ മുദ്ര വേണ്ടാണോ? കാൽവറിയിൽ അവന്റെ രക്തം ഞാൻ കഴുകിക്കളഞ്ഞു. ഓ ജീസസ്. നിങ്ങൾക്കറിയാമോ, ചിലർ ആരാധനയ്ക്ക് വന്നിട്ട് പ്രാഗൽഭ്യമില്ലാതെ തിരിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? ആമേൻ. അവന്റെ മനസാക്ഷി കോടതി വെച്ചാ പോന്നെ. പറയാം, നിനക്ക് രക്തത്തെ കുറിച്ച് അറിയാത്തോടെ തിരിച്ചു പോയി. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്നുച്ചയ്ക്ക് 12:15 മെസ്സേജ് വരുമ്പോ ഞാൻ പറയാം, 12 മണിക്ക് ചെയ്ത പാപം വരെ കഴുകാൻ കഴിയുന്നതാണ് ഈ രക്തം. ഒരു ഹല്ലേലൂയ വന്നാണ്. ആരാധിക്കാൻ വന്നവൻ ആരാധിക്കാതെ ഇവിടുന്ന് പോകരുത്. ആരാധന ദൈവത്തിനുള്ളതാണ്. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 10 പ്രാവശ്യം വായിച്ചാലും കൊതി വരത്തില്ല. ഒന്നുകൂടെ വായിച്ചേ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് യേശു സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഓ ഹല്ലേലൂയ. നിനക്ക് ആരാധിക്കാൻ പ്രാഗൽഭ്യം ഉണ്ടായത് രക്തത്താൽ ഒരു ശുദ്ധീകരണം നിന്റെ അകത്ത് വന്നതുകൊണ്ടാ. ഒരാമയും പറഞ്ഞാട്ടെ. നിന്റെ വീട്ടുപേരിന്റെ വലിപ്പം കൊണ്ടല്ല ഇന്ന് ആരാധിക്കാൻ കൃപ കിട്ടിയത്, രക്തത്തിന്റെ ശുദ്ധീകരണം കൊണ്ടാ. അതുകൊണ്ടാ 1 യോഹന്നാൻ എഴുതുന്നത്, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാ. അപ്പൊ ഒന്നാമത് ഈ രക്തം ആരാധനയ്ക്ക് വേണ്ടി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കൈകൊടുത്ത് ചിരിച്ചോണ്ട് പറ, ആരാധനയ്ക്ക് നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. ഹീബ്രു ചാപ്റ്റർ 10 verse 19. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. നമുക്ക് ഇവിടെ വന്ന് നിന്നോണ്ടേ ഭയപ്പെടേണ്ട. ഇനി അത് പാടാനത്തെ രക്തം കൊണ്ടാണ്. ഒരാമയും വരുന്നില്ല കണ്ടോ. ദൂതന്മാർക്ക് പോലും മുമ്പ് ഇന്ന് പറയാൻ പോകുന്ന 3 വാക്കാ. നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കോ അപ്പച്ച ഡാഡി. ആമേൻ ആമേൻ.
നാളെ ഒരാൾ ആവേശം കയറി യേശുവിനെ അളിയാന്ന് കയറി വിളിക്കുന്നു. ഹല്ലേലൂയ. ഓ ഡാഡി, ഓ പപ്പ, ഓ അളിയ. ലൈസൻസ് തന്നെ കയറി എന്തും കയറി വിളിക്കാൻ ഒക്കുകയല്ല. ഡാഡി എന്നൊക്കെ വിളിക്കാം. ഓ ഡാഡി ഒക്കെ പറഞ്ഞ ഒരു അപ്പനും മോനും തമ്മിലുള്ള ബന്ധോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. യേശു നമുക്ക് വേണ്ടി ഒഴിക്കാൻ രക്തം ഓർത്താൻ നമ്മൾ എന്തോ വില കൊടുത്തു. ഹല്ലേലൂയ. മനസ്സിലായി? ഭയപ്പെടണ്ടെന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് ചിലർ മനസ്സിൽ പിടിച്ചിങ്ങനെ നോട്ടം കണ്ടതിനെ ജയിച്ചു. അങ്ങനല്ല, നമ്മൾ എല്ലാം മറക്കണം. നീ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, അവന്റെ രക്തത്തിന്റെ ജയവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയണം. പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, കിലോമീറ്ററുകൾ താണ്ടി വന്നവന്റെ വീട്ടിൽ വരെ ഇന്നെന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും. നീ നിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടോ, നിന്റെ ബൈബിളിൽ ഒടുവിലത്തെ പേജിൽ എഴുതിയിട്ടോ, അവന്റെ രക്തം ഇന്നും നിന്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും. അവന്റെ രക്തം നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കും. അവന്റെ രക്തം നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റും. ദൈവത്തിന് സ്തോത്രം. ആ 19-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം താഴ്ത്ത് വായിച്ചു നിർത്തിയെടുത്തു ഒരു കാര്യം ഇവിടെ പറയാം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശ്വസ്തനല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നും വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ ദൈവം. ഉറപ്പുണ്ട് ആമീൻ പറഞ്ഞാട്ട്. ഉറപ്പുണ്ട് ആമീൻ പറഞ്ഞാട്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇത് പറയുമ്പോ ആമീൻ പറയുമ്പോ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എല്ലാം കൂടെ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന്റെ കൈ ഇതിനകത്ത് ചലിക്കാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഇതുവരെ വെളിപ്പെടാത്ത ചിലത് കർത്താവ് ഇതിനകത്ത് ചെയ്യാൻ പോവുക. വിശ്വാസമുണ്ട്. ഒരു ഹല്ലേലൂയ പറ. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്തു തുടങ്ങും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശ്വസ്തനല്ലോ. അടുത്തത്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. നമ്മുടെ സഭായോഗത്തെ ആമേൻ. അടുത്തിരിക്കുന്ന ആകൊന്ന് കൈ കൊടുത്ത് ബ്രദറെ, ഒരു സഭായോഗം പോലും ഉപേക്ഷിക്കരുത് കേട്ടോ. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. 1 Peter chapter 1 verse 19. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എന്നെ വീണ്ടെടുത്തത്, നിന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്താലാ. അതുകൊണ്ട് ആ പുസ്തകത്തിൽ എഴുതിയ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്ന ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. സഭ അനിബ്രദർ ഉണ്ടാക്കിയതല്ല. ജീസസ് വോയിസ് എന്ന പേരുമിടതേ ഉള്ളൂ. ഇതിന്റെ മുമ്പിൽ മുതൽ മുടക്കിയവൻ യേശുവിന്റെ രക്തമാ. തന്റെ സ്വന്തം രക്തത്താൽ നിർമ്മിച്ച സഭ. അങ്ങനെയാണ് നീ അവന്റെ രക്തത്തിന്റെ കൂട്ടവകാശിയാ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാ വരുന്നേ. ഇന്ന് നീ രക്തം എന്ന് നിന്റെ വാ തുറന്ന് പറയുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ വഴിമാറാൻ തുടങ്ങും. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് രക്തത്താൽ ജയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കൈ ഉയർത്തി പിടിച്ചു പറഞ്ഞ രക്തത്താൽ ജയം. രോഗികൾ പറഞ്ഞ രക്തത്താൽ ജയം. കടമുള്ളവർ പറഞ്ഞ രക്തത്താൽ ജയം. പ്രശ്നമുള്ളവർ പറഞ്ഞ രക്തത്താൽ ജയം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന അവർ അവരെ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷി വചനത്താലും ജയിച്ചിരിക്കുന്നു. എന്നോട് ദൈവം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ജയിക്കാൻ ഒക്കാത്ത മേഖലകളെ ഇന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിക്കാൻ പോവാ. ആത്മാവെ കണ്ടു തുടങ്ങുന്നവർക്ക് ദൈവത്തെ വാഴ്ത്തുക. ഈ ദൂത് പ്രസംഗിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, 2013 നിന്റെ കുടുംബത്തെ മുടിക്കുമെന്ന് പറയുന്ന ശക്തിയോട് പറയണം, അല്ല, അവന്റെ രക്തത്താൽ ഞങ്ങൾ ഇന്ന് ജയിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് 2 കാര്യങ്ങൾ പറയാം. എന്നോട് കർത്താവ് പറയുന്നത്, സാമ്പത്തിക തലത്തിൽ
ഇന്ന് ഭയങ്കര വിടുതലാണ്. ഇന്ന് രോഗം നടക്കുന്നത് പോലെ തന്നെ ഭയങ്കര വിടുതൽ സാമ്പത്തിക തലത്തിൽ നടക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്തിനെ കെട്ടിവെച്ചതിനെ എന്റെ ദൈവം രക്തത്താൽ ജയിപ്പിക്കാൻ പോകും. ഇതുവരെ ഒഴുകാത്തൊരൊഴുക്ക്, ഇതുവരെ ഒഴുകാത്തൊരൊഴുക്ക്. നിന്നോട് കർത്താവ് പറഞ്ഞ് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ കെട്ട് ഇന്ന് രക്തത്താൽ പൊട്ടും. പൊട്ടും. പൊട്ടിയാൽ 4 വഴിക്കൂടെ നന്മ ഒഴുകി ഇറങ്ങും. ഓ ശാന്തോരിയാന്തല, ഓ റബൽ ഹംദല വൗസസി. ഇന്ന് അവന്റെ ലാസ്റ്റ് ഡേയാ. ആ തടസ്സത്തിന്റെ ലാസ്റ്റ് ഡേയാ. ആ തടസ്സത്തിന്റെ ഒടുവിലത്തെ സമയമാ. ഇത് നിന്റെ ദിവസം. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബ. 4 വർഷമായി ഈ ചെവിയുടെ കേൾവി പോയിട്ടു. ഈ ചെവിയല്ലേ ഒട്ടും കേൾക്കത്തില്ല. ജീസസ് 4 വർഷമായി ചെവിയുടെ കേൾവി പോയി. ഈ ചെവിയുടെ കേൾവി കൊടുക്കാൻ പോവാ കർത്താവ്. ചെവിക്കാത്ത രോഗിലാൽ വിരലിട്ടാട്ട് സിസ്റ്റർ ഇടണ്ട. ഹീലാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഓ ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് നിന്നെ തൊടുക. നിന്നെ ഇന്ന് സൗഖ്യമാക്കുന്നു. സിസ്റ്ററെ തലേന്ന ഷാളൊന്ന് മാറ്റിക്ക്. സിസ്റ്റർ എന്തേലും ബുദ്ധിമുട്ടിപ്പോ ഉണ്ടോ? ഇല്ല, ഇല്ല. ചെവി കംപ്ലീറ്റ് തുറന്നു. 4 വർഷം കൊണ്ട് അടഞ്ഞ ചെവിയെ യേശു തുറക്കുകയാ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമത്രേ. പൂവന്തുരുത്തിന്നാ വരുന്നേ. എന്തോ പേര്? എന്റെ പേര് ആശ. ആശ. ഈ കുഞ്ഞിന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഈ കുഞ്ഞ് 3 മാസം വരെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറയാൻ TV പ്രോഗ്രാം ഒക്കെ കാണും. TV പ്രോഗ്രാം കണ്ടിട്ട് ഈ കുഞ്ഞിന്റെ കരച്ചിൽ അടങ്ങാത്ത കരച്ചിലായിരുന്നു. അതിനെ എപ്പോഴും വിളിച്ചു പറയുന്നവരൊക്കെ ആശ്വാസം കിട്ടുമായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒന്ന് സംശയമുണ്ട്, ഹാർട്ടിന് എന്തോ ഒരു മർമ്മരം, ഇങ്ങനെ നോക്കുമ്പോ എന്തോ ഒരു ശബ്ദം പോലെ ഡോക്ടർക്ക് സംശയമായിട്ട് ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം ഒക്കെ ടെസ്റ്റ് ചെയ്യാതെ വീണ്ടും ഞാനിങ്ങ് പോന്നു. അന്ന് വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോകാൻ പറ്റുകയില്ല, ടെസ്റ്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ തന്നെ ഞങ്ങളെ ഹാർട്ടിന്റെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ നോക്കിയപ്പോഴത്തേന് പറഞ്ഞു ഹാർട്ടിന് ഒരു 2 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ഹോൾ ഉണ്ടായിരുന്നു? 2 ഹോൾ. ഹാർട്ടിന് 2 ഹോൾ ഈ കുഞ്ഞിനുണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു അത് ചെക്ക് ചെയ്യുന്നതിന് 1000 രൂപയാകുമെന്ന് പറഞ്ഞു. ഭാരത് ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് ഞങ്ങൾ പൈസ കരുതാതെയാണോ പോയത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ പൈസ ഇപ്പൊ കയ്യിലില്ല, അത് കാരണം വേറെ ഡോക്ടർ പറഞ്ഞു സാരയില്ല നോക്കട്ടെന്ന് പറഞ്ഞു. ഒരു നോക്കി കഴിഞ്ഞു ഡോക്ടർ. ഞാൻ അന്നേരം ആ സെക്കൻഡ് എനിക്കറിയത്തില്ല, ആന്റി ഇപ്പൊ ഞാൻ കണ്ടു, ഇപ്പഴാദ്യമായിട്ട് കണ്ട. വിളിച്ചു പറഞ്ഞു, ആന്റി പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ചെക്ക് ചെയ്യാൻ. ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, നോർമൽ ആയിരിക്കുന്നു. പിന്നെ നോക്കിയപ്പോ ഹോളില്ല. ഹാർട്ടിന് 2 ഹോൾ ഉണ്ടായി. ജീസസ് വോയിസിന്റെ പ്രയർ ടീം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ 2 ഹോളും അപ്രത്യക്ഷമായി. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾക്ക് വിളിക്കാം. ജീസസ് വോയിസിന്റെ പ്രയർ ലൈനിലേക്ക് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ
വാക്തത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന യേശുവേ, ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു. അവർ അവിശ്വസ്തതയെ കെടുത്തുന്ന എല്ലാ പൈശാചികത്വവും വഴിമാറിപ്പോകട്ടെ. അവർ വിശ്വസ്തരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവേ. തടസ്സങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിന്മേൽ ജയമെടുക്കുക കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ട് താഴെയുള്ള പ്രയർ ലൈനിൽ ഉടൻ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻറ്ററിൽ വരിക. രാവിലെ 9:30 ആരാധന നടക്കും. ഈ ആഴ്ച നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾ ഈ TV പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം. നിങ്ങൾക്കും ഇതിൽ ഭാഗവാക്കാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.